ഹലോ, നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാട്ടാ. നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാ. യെസ്, അത് നമ്മൾ പോകുന്ന ഇവിടെ അടുത്തുള്ള ഒരു ഔട്ട്ലെറ്റ് മാൾക്കാണ്. വലിയ റഷ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, മൺഡേ ആണെന്ന്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ആട്ടോ. അതായത് ഡെഡ്ലിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 30 മിനിറ്റ്സ് ഡ്രൈവാണ്. ഇത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോ. ഇവിടെ കറൻ്റ്ലി ഉള്ള എല്ലാ ഷോപ്പിൻ്റെ നെയിംസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സംഭവം. വന്ന് കയറിയൊക്കെ ഇങ്ങനെ കുറേ അംബ്രല്ലാസ് ഉണ്ടാവും. കാരണം UK ക്ലൈമറ്റ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അങ്ങനെ ഒരു ക്ലൈമറ്റ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായ സംഗതിയാട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 1 o'clock ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ഫസ്റ്റ് ഞങ്ങൾ നോർത്ത് ഫേസിലാണ് കയറിയത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളെടുത്ത അംബ്രല്ലാസ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ എല്ലാ ഷോപ്പിൻ്റെ സൈഡിൽ ഇതേമാതിരി അംബ്രല്ല വെക്കാൻ സ്ഥലം കാണേ. സെക്കൻഡ്, ഞാൻ ചുമ്മാ ഇവിടെ കയറിയത് ഒന്നും എടുക്കാനല്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ക്രേസാട്ടോ. വാങ്ങുകയൊന്നുമില്ല, പക്ഷെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, കാണാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ആണെങ്കിൽ കുറേ നല്ല കളേഴ്സ് എനിക്ക് കാണാൻ പറ്റിയ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതുണ്ടോ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന എൻ്റെ വീടാട്ടോ. വീട്ടിൽ ഇതേമാതിരി ഇതേ സെയിം അല്ല, ബട്ട് ഒരു ഡിഫറെൻ്റ് ഇത്ര തന്നെ സൈസുള്ളൊരു സൂപ്പ് ബൗളുണ്ട്. അപ്പോൾ ചുമ്മാ കയറിയതാണ്. രണ്ടാമത് കയറിയത് ഇവിടെ കേട്ടോ. ഇവിടുത്തെ ചില കളക്ഷൻസ് യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ചിലത് മാത്രം പക്ഷെ നല്ലതായിരുന്നു. ഇവിടുത്തെ എല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മെയിനായിട്ട് രണ്ടെണ്ണത്തിന് കൺഫ്യൂഷനായി. ഒന്ന് ഇതും എനിക്കിഷ്ടമായി, അതേമാതിരി ഇതും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതാണ്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഏരിയ കേട്ടോ. ഇവിടെ കുട്ടികളായിട്ട് വരുമ്പോൾ, ഇവിടെ നിന്നല്ല എവിടെ ഷോപ്പിങ്ങിന് കുട്ടികളായിട്ട് പോകുമ്പോഴും കുറേ നേരമൊന്നും അവർ ഷോപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഓരോ എൻ്റർടൈൻ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഓർക്കും ഇഷ്ടമായിരിക്കും വരാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക്. ഈ പ്ലേ ഏരിയൻ്റെ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ വഴിയും വരാം, അതേമാതിരി നിങ്ങൾക്ക് ബസ് സ്റ്റേഷനും ഉണ്ട്. ഇവിടെ ബസ് വഴിയും വരാം കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട് പ്ലേ ഏരിയയിൽ, കുട്ടികൾക്കുള്ള സ്ലൈഡ് കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളമാണ്, എനിക്കതിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതേ ഉള്ളൂ, റൈറ്റ്സേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് കുറച്ചവരൊക്കെ എൻ്റർടൈൻ ചെയ്തിരിക്കാൻ പറ്റും. അങ്ങനെ സീറ്റുകളുണ്ട് വലിയ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി. എല്ലാത്തിലും വെള്ളമാട്ടോ. മോനക്ക് ഒന്നിലും കളിക്കാൻ പറ്റിയിട്ടില്ല. ഇതാ ഇവിടൊക്കെ വെള്ളം, ഇതൊക്കെ കളിക്കുന്ന സാധനം. അതേമാതിരി ആകെ കളിക്കാൻ പറ്റിയതാ ഈ ജമ്പ് ചെയ്യുന്ന സാധനത്തിലാണ്. ഇതൊരു ബൗൺസ് ചെയ്യും നമ്മൾ ജമ്പ്. ഇത്ര കുട്ടി ജാക്കറ്റ്, അവൾക്ക് കുഞ്ഞു ജാക്കറ്റ്. ചിലപ്പം ഇങ്ങനെയാണ് പിങ്ക്, പെൺകുട്ടി ഇല്ലാതെ. പക്ഷെ സാരില്ല, ഞാൻ അദ്ദേഹത്തെ എനിക്കിതാട്ടോ ഇഷ്ടമായത്. പക്ഷേ എൻ്റെ പുയ്യാപ്പിളക്ക് ഈ ബ്ലാക്ക് ഇഷ്ടമായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ബ്ലാക്ക് എടുക്കാം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഇവരെ മാക്രോൺസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എനിക്ക് നാട്ടിലത്തെ മാക്രോൺസ് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചു, ഞങ്ങൾ അധികം വാങ്ങിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഈ ഔട്ട്ലെറ്റ് മോളിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഓഫേഴ്സ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എൻഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകണ എല്ലായിടത്തും ഇപ്പോൾ തിരക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ, ഇനി വേഗം വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഹസ്ബൻഡിന് ഒരു ജാക്കറ്റാണ് വാങ്ങിച്ചത്. എനിക്കും ഹസ്ബൻഡിനും മോനും മെയിനായിട്ട് ഞങ്ങൾക്ക് ജാക്കറ്റാണ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ച ജാക്കറ്റ് ഇതാട്ടോ. ഇതൊരു ഗ്രീൻ കളറാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിലും പോക്കറ്റ്സ് ഉണ്ട്, പുറത്തും പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നല്ല വെയിറ്റ്ലെസ് ആണ്, തീരെ വെയിറ്റ് ഇല്ല. പക്ഷെ നല്ല തണുപ്പ് നിൽക്കുന്ന അവർ പറഞ്ഞത്, തീരെ വെയിറ്റ് ഇല്ല കേട്ടോ.
ഇത് ഞങ്ങൾ ഇത് വാങ്ങാൻ കാരണം എന്താന്ന് വെച്ചാല് എനിക്കും ഹസ്ബൻഡും മാച്ചിങ് ആയിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനാ ശരിക്കും പോയത്. മോൻക്കും വാങ്ങണം, പിന്നെ അത് വാങ്ങാനാ പോയത്. പക്ഷെ അത് അപ്പോഴത്തേനും സ്റ്റോക്ക് തീർന്ന്. അന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് വാങ്ങാം, അപ്പൊ ഇനി വരുമ്പോൾ വാങ്ങാൻ വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പോഴത്തേനും സ്റ്റോക്ക് തീർന്നു. എനിക്ക് മാത്രമേ കിട്ടിയ കേട്ടോ, ഞാൻ കാണിച്ചത്. യെസ്, ഇതാണ് മോൻ്റെത് ഗസ് എന്ന് എടുത്തത്. മോൻക്ക് എപ്പോഴും സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവനക്ക് സൈസ് കിട്ടാറില്ല. ഡ്രസ്സ് ആയാലും ജാക്കറ്റ്സ് ആയാലും അവന്റെ സൈസ് കിട്ടാൻ നല്ല പണിയാണ്. ഞങ്ങൾ ഏകദേശം 4-5 ഷോപ്പിൽ കയറിയിട്ടും അവന്റെ സൈസ് ഇല്ല. ഒന്നെങ്കിൽ അവന്റെ മേലെ ചെറുതുണ്ടാവും, ഒന്നെങ്കിൽ അല്ലെങ്കിൽ വലുതുണ്ടാവും. അങ്ങനെ 2 സൈസ് ഉണ്ടാവും. പക്ഷെ അവന്റെ സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാട്ടോ എൻ്റെ ജാക്കറ്റ്. പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഇതിന് മാച്ചിങ് ആയിട്ട് എനിക്കൊരു ബാഗ് വാങ്ങിച്ചു തന്നു, കേറ്റ് സ്പേഡിൻ്റെ ഒരു ബാഗ്. ഈ ബ്രാൻഡിൻ്റെ ബാഗ് എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ നാശമായിപ്പോയി. അപ്പോൾ അത് പുതിയ ന്യൂ വൺ വാങ്ങിച്ചു. ഇതാട്ടോ, വേക്കൻസി കണ്ട നല്ല എസ്തറ്റിക് റിമൂവ് ചെയ്ത് കാണിച്ചു. അടിപൊളി പാക്കേജിങ് ഒക്കെ. നീ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യും. Look. Look. നല്ല ക്യൂട്ട് പാക്കേജ്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിന് ബ്രഷ് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്. ഓ, നല്ല കളറുണ്ട് കേട്ടോ. ഞാൻ ഇത്ര കളറുണ്ടോ വിചാരിച്ചില്ല. അത്യാവശ്യം നല്ല കളറുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നൈസ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.